ഈ വ്യവസായികളുടെ വിവരങ്ങൾ കൂടി ചോർന്നു, അവർക്ക് കൂടി ഈ സർക്കാരിന്റെ മെസ്സേജുകളൊക്കെ ലഭിച്ചതായുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ഒരു വ്യാപാരി ശ്രീ സദാം ഹുസൈൻ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ സദാം ഹുസൈൻ, എപ്പോഴാണ് ഈ മെസ്സേജ് കിട്ടിയത്? നമുക്ക് മെസ്സേജ് കിട്ടിയിട്ട് 3 ദിവസം മുമ്പാണ് മെസ്സേജ് കിട്ടിയത്. മെസ്സേജിൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ ഫോൺ നമ്പർ എല്ലാ ലൈസൻസുകൾക്കും അപ്ലോഡ് ചെയ്യും, GST ഉൾപ്പെടെ. അതിനൊപ്പം തന്നെ പഞ്ചായത്തുകളിൽ ലൈസൻസ്, സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ ലൈസൻസും ഒക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഡാറ്റ, OTP ഒക്കെ കൊടുക്കുന്ന സംഭവമാണ്. അപ്പൊ അതിൽ നിന്നാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. നമ്മുടെ പ്രൈവറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന നമ്പറുകളാണ് ഇതൊക്കെ. ഇതിലാണ് പിണറായി വിജയന്റെ മെസ്സേജുകൾ വന്നിട്ടുള്ളത്, വ്യവസായ വകുപ്പിന്റെ ഇതൊക്കെ പറഞ്ഞിട്ട്. അതായത് ഒരു മെസ്സേജാണ് വന്നത്, ഒറ്റ മെസ്സേജാണ് വന്നത്. എന്താണ് ആ മെസ്സേജിന്റെ കണ്ടന്റ്? കൃത്യമായി വ്യവസായ വകുപ്പ് നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സദ്ദാം ഹുസൈൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ വളരെ ഒരു മാർക്കറ്റിംഗ് ആയിട്ടാണ് നമുക്ക് തോന്നിയത്. നമ്മൾ ബിസിനസ്സുകളിൽ മാർക്കറ്റ് ചെയ്യുന്ന പോലെയാണ്. പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ്. അതെ, ഫുൾ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഇങ്ങനെ പല സേവനങ്ങൾക്കായി നമ്പർ കൊടുത്തിരുന്നു, അത് തന്നെയായിരിക്കണം എടുത്തതെന്ന് മനസ്സിലാക്കുന്നു അല്ലേ? വളരെ കൃത്യമാണ്. അതായത് നമ്മൾ മറ്റേ എന്താ പറയുക, കോർപ്പറേറ്റ് കമ്പനിക്കാർ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ ഇവർ ചെയ്തിട്ടുള്ളത്. നമ്മൾ പഞ്ചായത്തുകളിലും GST ഉൾപ്പെടെയുള്ള മെയിൻ ഓരോ സ്ഥാപനം നടത്തുമ്പോൾ നിയമവ്യവസ്ഥ പാലിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ നമ്പറുകൾ കൊടുക്കുകയാണ്. അത് മിക്സ് ചെയ്തിട്ടാണ് നമുക്കൊക്കെ ഈ ഡാറ്റ അയച്ചിട്ടുള്ളത്. യെസ്, വളരെയധികം നന്ദി ശ്രീ സദ്ദാം ഹുസൈൻ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. അങ്ങനെ വ്യവസായികൾക്ക് കൂടി ഇപ്പോൾ സർക്കാരിന്റെ സന്ദേശം എത്തിയിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഡേറ്റയും K-സ്മാർട്ടിൽ നിന്ന് തന്നെ ആവണം. പലവിധ സേവനങ്ങൾക്കായി ഫോൺ നമ്പർ അടക്കം രജിസ്റ്റർ ചെയ്യുമ്പോൾ, സ്വകാര്യ വിവരങ്ങൾ അടക്കം രജിസ്റ്റർ ചെയ്യുമ്പോൾ അതൊക്കെ നിർബാധമെടുത്ത് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനൊക്കെയായി ഉപയോഗിക്കുന്ന ഒരു സർക്കാരിനെ കൂടിയാണ് നമ്മൾ കാണുന്നത്. ഒരിക്കൽ കൂടി KR സാജുവിലേക്കാണ്. സാജു, ഗുരുതരമായ ചട്ടലംഘനത്തിന് പുറമെ വലിയ അധികാര ദുർവിനിയോഗം കൂടി നടത്തിയിരിക്കുന്നു. അതും ഒരു ഇടത് സർക്കാർ എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ വിരോധാഭാസമായിരിക്കുന്നത്. എന്തായാലും സർക്കാർ ഉത്തരം പറയേണ്ട നിരവധി ചോദ്യങ്ങൾ കൂടി ഇതിലൂടെ ഉയർന്നു വരുന്നു. ജിൽസ, ഇത് നമ്മൾ പരിശോധിക്കുമ്പോൾ 2023 തന്നെ ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് ഉള്ള രാജ്യമാണ് നമ്മുടേത്. അതിന്റെ സെക്ഷൻ 4ഉം 6ഉം അടക്കമുള്ള വകുപ്പുകളുടെ ലംഘനം നടന്നിരിക്കുന്നു എന്നാണ് ഇത്തരത്തിലുള്ള നീക്കത്തിൽ നിന്നും മനസ്സിലാക്കുന്നതെന്നാണ് നിയമവിദഗ്ധർ അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല 2017 പുട്ടുസ്വാമിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ വിധിന്യായമുണ്ട്. ആ വിധിന്യായത്തിലെ തത്വങ്ങൾക്ക് കൂടി എതിരാണ് ഇത്തരത്തിൽ ആളുകളുടെ വിവരങ്ങൾ, ആളുകളുടെ ഫോൺ നമ്പർ അടക്കമുള്ള വിവരങ്ങൾ അവരുടെ അനുമതിയില്ലാതെ ശേഖരിക്കുകയും തുടർന്ന് ഇത് ബൾക്കായി ഇങ്ങനെ മെസ്സേജുകൾ അയക്കുകയും അവരുടെ അനുമതിയില്ലാതെ അയക്കുകയും ഒക്കെ ചെയ്യുന്നത്. അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നതാണ് ഇപ്പോൾ സർക്കാരിനെതിരെ ഉയർന്ന വിമർശനങ്ങളിലൊന്ന്. ഇതിനപ്പുറമൊക്കെ ഉള്ളത് രാഷ്ട്രീയമായ കാരണങ്ങൾ കൂടി ഉണ്ട്. കാരണം ആളുകളുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് മൗലികാവകാശമായിരുന്നു എന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. സുപ്രീം കോടതിയിൽ തന്നെ ചന്ദ്രചൂഡിന്റെയൊക്കെ വിധികളിലൂടെ തന്നെ അത്തരം കാര്യങ്ങൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിന്റെയൊക്കെ ലംഘനമായി മാറുന്നു എന്ന വിമർശനം കൂടിയാണ് ഇപ്പോൾ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. അങ്ങനെ വരുമ്പോഴാണ് CPM-നും സർക്കാരിനുമൊക്കെ മറുപടി പറയേണ്ടി വരുന്നത്. കാരണം ഈ ഡാറ്റ, പേഴ്സണൽ വ്യക്തിഗത ഡാറ്റ എന്ന് പറയുന്നത് അത് വലിയ കാര്യമാണ്, അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന നിലപാട് എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ച പ്രസ്ഥാനമാണ് CPM എന്ന് പറയുന്നത്. അവരുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ ഈ സംസ്ഥാനം ഭരിക്കുമ്പോൾ സർക്കാർ തന്നെ ഇത്തരം ഡേറ്റകൾ, സർക്കാരിലെ വിവിധ ആവശ്യങ്ങൾക്കായി നൽകിയിരിക്കുന്ന ഡേറ്റകൾ ശേഖരിച്ചുകൊണ്ട് സർക്കാരിന്റെ പ്രചരണത്തിന് എന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കെ അവയെ ഉപയോഗപ്പെടുത്തുന്നത് രാഷ്ട്രീയമായും ധാർമ്മികമായും ശരിയാണോ എന്ന ചോദ്യം കൂടിയുണ്ട്. കാരണം ഇത്രയും കാലം ഉയർത്തിപ്പിടിച്ചിരുന്ന വാദങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് CPM നിയന്ത്രിക്കുന്ന ഈ സർക്കാരിൽ നടക്കുന്നത് എന്ന വിമർശനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ജിൽസി, ശരി, KR സാജുവാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഡേറ്റ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ അത് സർക്കാരിനെ കൂടുതൽ കുരുക്കിലാക്കുന്നതും സർക്കാർ വലിയ അധികാര ലംഘനവും ചട്ട വിരുദ്ധമായ നടപടികൾ ചെയ്തു എന്നുള്ളതുമാണ്. പലതരത്തിലുള്ള വിവരങ്ങൾ രമേശ് ചെന്നിത്തല ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ തെളിവുകൾ അടക്കമാണ് ഉന്നയിച്ചിരിക്കുന്നത്. സർക്കാരിന്റെ സ്ത്രീ സുരക്ഷാ പദ്ധതിയിലെ അടക്കം ഡേറ്റ ചോർന്നു എന്നുള്ളതാണ് വ്യവസായികൾക്ക് സന്ദേശം ലഭിക്കുന്നത്. അപ്പോൾ വ്യാപകമായൊരു ഡേറ്റ ചോർച്ചയുണ്ടായിരിക്കുന്നു. അതും സർക്കാർ ആവശ്യപ്പെട്ടാണ് പലയിടത്തുനിന്നും കത്തയച്ചുകൊണ്ട് ഈ ഡേറ്റ ശേഖരിച്ചത്. അതിന് സർക്കാരിന് എന്ത് അവകാശം, എന്ത് അധികാരം എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്.